നാട്ടിൽ മൊത്തം അത് പറഞ്ഞു നടക്കണം കേട്ടോ. ഞാൻ പറയത്തില്ല നീ പോകാൻ പറ്റാ വൈദ്യം വന്നില്ല ഫോൺ വെക്കണ. ആരാ? എന്റെ പൊന്നു വൈദ്യരം, നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞങ്ങൾ മരുന്നിന് പോയതല്ലായിരുന്നോ? മരുന്നിന് പോയതാ? ആ, എവിടെ മരുന്നിന് പോയതല്ലേ ഞങ്ങൾ? 10 മണിയാകാതെ ഉറക്കത്തില്ലേ? കാട് 10 മണിയാകാതെ തുറക്കത്തില്ലയോ? അല്ല, അവൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? സൂര്യനൊക്കെ ഉദിച്ച് കാടൊക്കെ ഉണർന്ന് അതിന്റെ ഇടയ്ക്കൂടെ തുറന്നില്ലേ പോകുന്നത്. ഓ അങ്ങനെ. അങ്ങനെ പോയിട്ട് മരുന്നെന്തിയേ? മരുന്നല്ലയോ ഇരിക്കുന്നത്? അതെന്തുവാ? അത് കാട്ടുതേനാ. ശകലെങ്കിൽ ഞാൻ കാട്ടുതേനെ കൂട്ടിയിട്ടില്ല. കഴിച്ചിട്ടേ. ഇതങ്ങനെ കുടിക്കാൻ പറ്റത്തില്ല. തൊണ്ടയെല്ലാം കൂടെ കരിഞ്ഞ് ഒരു പോക്കാക്ക് പോകും. നീ ഇന്ന് തല്ലുകൊള്ളും. അതല്ല, ഇത് വെള്ളം ഒഴിച്ച് കുടിക്കുന്നത്. അത് ഓരോ അസുഖത്തിന്റെ അനുസരിച്ച് ഈ മരുന്ന് അങ്ങോട്ട് തരുന്നത്. അങ്ങനെ ഇത് തരാം. ഞാൻ വേറെ കാര്യം, നിങ്ങൾ ഈ കാടിനകത്ത് കയറിപ്പോയി കഴിഞ്ഞാലേ നിങ്ങളെ ഈ പാമ്പ് കടിക്കത്തില്ല. ഈ പാമ്പ് കടിച്ചാൽ ഏക്കത്തില്ല. ഏതേലും പാമ്പ് കടിച്ചാൽ ഏക്കുവോ? ഞാൻ കടിച്ചത് ഏക്കുവോ? ഉടനെ അത് വന്നാ പറയുന്നത്. ഞാൻ ആദ്യം എന്നെ ഞാൻ പരിചയപ്പെടുത്താവേ. എന്റെ പേര് സാബൂസ്. വൈദ്യരെ അതൊരു തിന്നുന്ന കഴിക്കുന്ന ഒരു സാധനമല്ലേ? അത് കുബൂസ്. ഇത് സാബൂസ്. ഞാൻ സാബൂസ് പറഞ്ഞ ബൂസ്. ഞാൻ നമ്മുടെ സ്ഥലത്തില്ലായിരുന്നു, ഞാൻ ഗൾഫിലായിരുന്നേ. ഗൾഫിലായിരുന്നോ? അത് ശരി. ഓണം ആയതുകൊണ്ട് ലീവിന് വന്നതാ. ഗൾഫിൽ ഓണം ഇല്ലയോ? പിന്നെ ഗൾഫ് ഓണം. ഗൾഫിൽ പോണമെന്നല്ലയോ? പിന്നല്ലയോ? അല്ല, ഗൾഫിൽ പോണം, അതൊന്നല്ലേ ഓണം ആഘോഷിക്കാൻ പറ്റത്തില്ല. അവിടെ ഞാൻ ചോട്ടെ, നമ്മുടെ ഇവിടുത്തെ കൂട്ടുള്ള പുലിക്കളിയൊക്കെ ഉണ്ടോ? ഈ അവിടെ പുലിയൊന്നും ഇല്ലല്ലോ. അവിടെ ഒട്ടകം ഉണ്ടായാലും ഒട്ടകക്കളിയാ ഓണത്തിനൊക്കെ. ഒട്ടകക്കളിയോ? അതുണ്ട് ഗൾഫിലുണ്ട്. ഈ മുതുകും വെച്ചോണ്ടോ? മുതുകും വെച്ചോണ്ട് പോകുന്നത് കാണാൻ എന്നെ വന്നു. ഇപ്പൊ എന്താണ് അസുഖം? പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കല്യാണം. ഞങ്ങൾ രണ്ടും കൂടെ ഉറപ്പിച്ചേ. ഓണം ഞാൻ അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നേ. എന്റെ വീട്ടിൽ ഉറപ്പിച്ച കല്യാണമാണ്. പക്ഷെ എന്റെ കൈ അങ്ങോട്ട് വിറക്കി താലി കിട്ടുമ്പോ അത് മാറാൻ എന്ത് ചെയ്യാൻ പറ്റും? കൈ വിറക്കലാണോ പ്രശ്നം? ഇവൻ കല്യാണം കഴിച്ചെങ്ങനെയാണെന്നറിയോ? അവന്റെ പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ ഇനി പറഞ്ഞ അങ്ങനെ കയറിയിക്കാതെ പറഞ്ഞു കൊടുക്കട്ടെ. ഇവന്റെ കൈ വിറയ്ക്കുമായിരുന്നേ. ഇവൻ അതിന് ബംഗാളിയെ കൂലിക്ക് നിർത്തി താലി കിട്ടി. നേരെ ഇവന്റെ അച്ഛനില്ലേ, അച്ഛന് കരയാൻ വയ്യാത്തതിന് അച്ഛന് ഒരു 500 രൂപ കൊടുത്തു ഒരു ബംഗാളിയെ നിർത്തി. ബംഗാളികളുടെ ബഹളമായിരുന്നു, കരയാൻ മാത്രം. അല്ല, ഞാൻ ചിലപ്പം അങ്ങനെ ചെയ്യും. പക്ഷെ എന്റെ വീട്ടിൽ സമ്മതിച്ചില്ല, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യും, കല്യാണം ബംഗാളി വെച്ചൊക്കെ നടത്താം. അത്രേ ഉള്ളൂ കാര്യം. അതേ ഉള്ളൂ. പിന്നെ കാര്യങ്ങളൊക്കെ നടക്കത്തില്ലയോ? ഏത് നാട്ടിൽ പെണ്ണിനെ കെട്ടി? ഇവൻ ജർമ്മനി. ജർമ്മനിക്കാരിയോ? ജർമ്മനി അല്ല, JR മിനി. അവളെ എന്റെ ഭാര്യയായിട്ട് ഞാൻ കൊണ്ടുവന്നു നടക്കുക. അതൊക്കെ പോട്ടെ, നമുക്ക് എനിക്ക് ഇതുണ്ടേ. അതിനാദ്യം നമ്മളെ പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കണം. എന്തതിന്? വെരിഫിക്കേഷൻ അല്ലയോ? വെരിഫിക്കേഷൻ അല്ല, വെരിക്കോസ് വരുന്നതിന് എന്ത് ചെയ്യും? വെരിക്കോസോ? അതിനൊരു മരുന്നുണ്ട്. എന്താണെന്നറിയോ? കൊടുത്ത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് അരച്ച് ഇവിടെ അങ്ങിട്ടാൽ മതി. അങ്ങനല്ലേ ഇത് മാറിയേ? അതിന് മാറിയില്ലോ, കാലുമൊത്തം ഉണ്ടല്ലോ. അത് എന്റെ കാലയിലും ഉണ്ട്. അത് ഞങ്ങൾ ഡിസ്പ്ലേ ഇട്ടേക്കുവാ. ആണോ? വെള്ളത്ത് കുഴപ്പമില്ല. മാറിയാ? പിന്നെ കൊടുത്ത എവിടെ കിട്ടുമെന്ന്? കൊടുത്താ കൊല്ലത്ത് കിട്ടും. കൊല്ലത്ത് കിട്ടുമെന്നാ കേട്ടിട്ടില്ലേ? കൊടുത്താ കൊല്ലത്ത് കിട്ടുമെന്നാ? അവിടെ പോയി വാങ്ങിച്ചോട്ട് വരണം. ആണോ? അപ്പൊ എനിക്ക് ഷുഗർ കൂടുതലാ, അത് കുറയാൻ എന്ത് ചെയ്യണം? ഷുഗറിന് മുക്കുറ്റി വെള്ളം കുടിച്ചാൽ മതി. മുക്കുറ്റിയിട്ട വെള്ളം, മുക്കുത്തിട്ട വെള്ളം കുടിച്ചാൽ മതി. ഇപ്പൊ ഈ മൂക്കുത്തി എന്ന് പറയുമ്പോ അമ്മയുടെ മൂക്കുത്തി എടുക്കണോ അതോ പെങ്ങളുടെ മൂക്കുത്തി ഇടണോ? അപ്പച്ചിയുടെ. എടാ, മുക്കുത്തിന് പറഞ്ഞ ഒരു മരുന്നത് നിലത്തെങ്ങെന്നൊക്കെ പറയത്തില്ലേ, അതുകൊണ്ട് അരച്ച് നെറ്റിക്കിട്ടാക്കണം. ഈ കല്ല് മാറ്റാൻ എന്ത് ചെയ്യണം? ആദ്യം ഇതെവിടെ കിടക്കുന്നത് നോക്കണം. വീടിനോട് ചേർത്താണെങ്കിൽ അല്ലെങ്കിൽ യൂണിയൻകാരെ വിളിച്ചാൽ അയ്യോ അതല്ല, ഞാൻ മുള്ളുമ്പോ കല്ലുണ്ട്. ഇതാണ് എന്റെ കാല വീട്, കാല് മൊത്തം പോയിരിക്കുന്നുണ്ട്. അയ്യോ, ഇത് ഏറ്റ കല്ലാന്നല്ലോ. അതെ, മാറാൻ എന്ത് ചെയ്യണം? കല്ല് മാറേ നീ ഇപ്പൊ അതിനുള്ള മരുന്നെന്ന് പറഞ്ഞാല് മുട്ടയുടെ വെള്ളം അരച്ചിട്ടാണ്. നാടൻ മുട്ടയുടെ വെള്ളം അരച്ചിട്ട് കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളൂ. ആണോ? ഈ മൂത്രസഞ്ചിക്കൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ? മൂത്രസഞ്ചിക്കാണ് പ്രശ്നം. സഞ്ചിയുടെ പ്രശ്നമാണെങ്കിൽ ഞാനൊരു എന്തോ നോക്കല. നീ തല്ലുകൊള്ളും ഞാൻ പറഞ്ഞേക്കല്ലോ. കല്ല് വീണോ നോക്കണ്ടേ? കല്ല് വീണോ നോക്കുക. സാരമില്ല, പൊട്ടി ശാലം ചറിഞ്ഞല്ലോ ഉള്ളോ. അപ്പോഴേ തച്ചൻ തയ്ച്ച സഞ്ചി എന്റെ മൂത്രസഞ്ചിയോ? അല്ല, ചന്തയിൽ തയ്ച്ച സഞ്ചി. അങ്ങനെ 25 പ്രാവശ്യം പറഞ്ഞാൽ ഈ കല്ല് അങ്ങ് മാറിക്കിട്ടും. ആര് പറയണം? ചെന്ന് കയറി ആ മരുന്ന് അങ്ങാണ് അവനെടുത്താൽ അത് മാറിക്കിട്ടും. 25 പ്രാവശ്യം പറഞ്ഞു നോക്കിയാൽ. അങ്ങനെ പറഞ്ഞാൽ മാറുക. പിന്നെ സഞ്ജീവായിട്ട് ബന്ധപ്പെട്ട കേസല്ലേ ഇത്? വാദത്തിന് എന്ത് ചെയ്യണം? നല്ലൊരു വക്കീലിനെ കാണണം. അയ്യോ അതല്ലെന്ന്,
എന്റെ മുട്ടിന്റെ താഴെ അങ്ങോട്ട് വാദം. അത് മാറാൻ എന്ത് ചെയ്യണം? പോത്തിറച്ചി കഴിച്ചാൽ മതിയില്ലേ? അയ്യോ, ഇറച്ചി കഴിച്ച അപ്പം പോത്തില്ല. അതെങ്ങനെ? ആ പോത്തിന്റെ ഇറച്ചിയല്ലേ ഇവൻ തിന്നത്? ആ പോത്തിന്റെ ഇറച്ചിയില് നീ തിന്നത്, പിന്നെ എങ്ങനെ ആ പോത്ത് കാണും? ആ പോത്തില്ല പിന്നെ. ആണോ? പിന്നെ വേറെ പോത്തിനെ പിടിക്കണം. പക്ഷെ അത് പറഞ്ഞാ അതാ മാറിപ്പോയത്. ആഹാരം നല്ലത് കഴിക്കണം. ആഹാരം നല്ലപോലെ വെച്ച് കഴിക്കണം. വൈദ്യരെ, തലവേദനയുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? തലവേദന ആർക്ക്? എനിക്കോ? അല്ലല്ലല്ല, തലവേദന എനിക്കാ. ആണോ? കുട്ടിക്കാലം പോലെ ഉണ്ട്. കുട്ടിക്കാലത്തോ? കുട്ടിക്കാലത്ത് എവിടാ? കുട്ടിക്കാലം ഞാൻ പറഞ്ഞേ. കറ്റാനോ? കറ്റാനോന്നാണ് ഞാൻ പറഞ്ഞേ. ചുമ്മാ എന്നെ കൂടെ പ്രാന്തി പിടിപ്പിക്കല്ലേ. ഇല്ല 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 ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കാം. വൈദ്യരെ, ഒരു കാര്യം ചോദിക്കട്ടെ. കൈ വിറയ്ക്കുന്നുണ്ടല്ലോ ഇവിടെ, ഇതിലെ പത്തം കൊടുത്താലോ? ഇന്ന് നീ എന്റെ കൈ കൊണ്ട് ചാകും. മര്യാദക്ക് അവിടെ നിൽക്കേ. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നല്ല ആഹാരം വെച്ച് കഴിക്കേ. നല്ല ആഹാരം വെച്ച് കഴിക്കണം. വെച്ച് ആഗ്രഹം ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞൊരു കല്യാണം കഴിച്ചാലല്ലേ. അപ്പൊ നിന്റെ പിന്നെ ചിറ്റപ്പന്റെ അവിടുത്തെ കുഞ്ഞമ്മ ഇല്ലയോ? കുഞ്ഞമ്മ വിളിച്ച് ആഹാരം വെക്ക്. കുഞ്ഞമ്മ താമസിക്കുന്ന. അപ്പൊ കുഞ്ഞമ്മയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. അവരെവിടെ താമസിക്കുന്നത്? കുഞ്ഞമ്മ ഇപ്പം കുന്നുംപുറത്തില്ലേ താമസിക്കുന്നത്? ഞങ്ങൾ കൊണ്ട് വീട് വെച്ചാൽ പറഞ്ഞ പഠിക്കുവാണല്ലോ. അല്ല, എന്നാ പറ. കുഞ്ഞമ്മയുടെ വീട് കുന്നുംപുറത്താ. രാവിലെ ആവുമ്പോ കുഞ്ഞമ്മ അങ്ങ് ഇറങ്ങിപ്പോവും. കുഞ്ഞമ്മയുടെ പേരെന്തുവാ? പിന്നെ അത് മണ്ടേക്ക് പോകും. വെല്ലം തങ്കമണിയെന്ന് വല്ല വിട്ടായിരുന്നു, എവിടെയെങ്കിലും തങ്ങി എനിക്ക് തരില്ല. കുഞ്ഞമ്മയുടെ അപ്പ ഇട്ട പേര് നമ്മളായിട്ട് മാറ്റാൻ പറ്റുമോ? വേണമെങ്കിൽ മാറ്റണം. ഇപ്പൊ എന്തോ ചെയ്യുന്ന പറ. ഇവനൊരു നല്ല മരുന്നും പറഞ്ഞു കൊടുക്കണമല്ലോ. മറ്റേ മരുന്നങ്ങ് പറഞ്ഞു കൊടുത്താലോ? വേണ്ട. ഏത്? അതല്ല അല്ല, അതൊന്നും വേണ്ട കൊടുക്കണം. എന്നാലും എനിക്കൊരു അബദ്ധം പറ്റിയില്ല. അയ്യോ, വായിട്ടാലും ചാലും സമയം പോയി. എനിക്കാണെങ്കിൽ ലാബിൽ വരെ ഒന്ന് പോകണം. ലാബിൽ? അതെന്തിന്? എനിക്ക് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തമാണ്. ഇവിടുത്തെ മരുന്നെടുത്താൻ കഴിച്ചാ പോരെ? അതറിയത്തില്ലേ? എന്തുവാ? ഇവിടുത്തെ മരുന്ന് വൈദ്യര് കഴിക്കത്തില്ല. അതെന്താ? എനിക്ക് ജീവിക്കണമടാ വൈദ്യരെ.